അസ്സലാമലൈക്കും എല്ലാവർക്കും ഷെബ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള സിലബസിൻ്റെ മാത്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററാണ്. 7 പാർട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് 8th പാർട്ടാണ്. 7 പാർട്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, പേജ് നമ്പർ 53-ലെ ക്വസ്റ്റ്യൻ നമ്പർ 3. In each of the problem below, draw a circle and a chord to divide it into 2 parts such that the parts are as specified. അതായത് നമ്മൾ 4 പ്രോബ്ലംസ് താഴെ തന്നിട്ടുണ്ട്. 1, 2, 3, 4 എന്ന് റോമൻ അക്കത്തിലിട്ടിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു പ്രോബ്ലംസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സർക്കിളും ഒരു കോഡും വരക്കണം. എന്നിട്ട് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ സർക്കിളിനെ ആ ഒരു കോഡ് കൊണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്ത പാർട്സിൽ ഫസ്റ്റ് പാർട്ട് എങ്ങനെയായിരിക്കണം? ഓൾ ദ ആംഗിൾസ് ഓൺ വൺ പാർട്ട്, അതായത് ഒരു ഭാഗത്തുള്ള എല്ലാ ആംഗിൾസും ഷുഡ് ബി 80 ഡിഗ്രി എന്നാണ് പറയുന്നത്. 80 ഡിഗ്രി ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഓൾ ദ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഷുഡ് ബി 110 ഡിഗ്രി. അതായത് നമ്മൾ 2 ഭാഗമായിട്ടാണ് സർക്കിളിനെ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരക്കുന്ന സമയത്ത് ഒരു ഭാഗത്തുള്ള ആംഗിൾസ് മൊത്തം 110 ഡിഗ്രി ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഓൾ ദ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഷുഡ് ബി ഹാഫ് ഓഫ് ദ ആംഗിൾസ് ഓൺ ദ അതർ പാർട്ട്. അതായത് ഒരു പാർട്ടിലുള്ള ആംഗിൾസ് മൊത്തം മറുഭാഗത്തുള്ള ആംഗിൾസിൻ്റെ ഹാഫ് ആയിരിക്കണം. അപ്പോൾ നാലാമത്തെ കണ്ടീഷൻ എന്താ? ഓൾ ദ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഷുഡ് ബി 1.5 ടൈംസ് ദ ആംഗിൾസ് ഓൺ ദി അതർ പാർട്ട്. അതായത് എല്ലാ ആംഗിൾസും, ഒരു ഭാഗത്തുള്ള എല്ലാ ആംഗിൾസും മറുഭാഗത്തുള്ള എല്ലാ ആംഗിൾസിനെയും 1.5 മടങ്ങ് അധികവുമായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി സർക്കിൾ 1 by 1 ആയിട്ട് നമ്മൾ വരക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ സൊല്യൂഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന ഫസ്റ്റ് പ്രോബ്ലം, ഓൾ ദ ആംഗിൾസ് ഇൻ വൺ പാർട്ട് 80 ഡിഗ്രി ആയിരിക്കണം. നമ്മൾ സർക്കിളിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ റേഡിയസ് വരച്ചിട്ടുണ്ട്. നമ്മൾ റേഡിയസ് എടുത്തിട്ടാണല്ലോ ഒരു സർക്കിൾ വരച്ചത്. അപ്പം റേഡിയസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഇതിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നത്. സോ 80 ഡിഗ്രി ആയിരിക്കണം ഒരു പാർട്ടിലെ, അതായത് ഇപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 പാർട്ടായി മാറും. അപ്പോൾ 2 ആർക്ക് ഫോം ചെയ്യും. അപ്പോൾ ഒരു ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് ഒക്കെ 80 ഡിഗ്രി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അത് എവിടെയാണ് വരുന്നത് നമുക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, 80 ഡിഗ്രി ഇപ്പം ഒരു പാർട്ടിലെ ആംഗിളൊക്കെ 80 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് പറഞ്ഞത്? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ സെൻട്രൽ ആംഗിൾ ഷുഡ് ബി ഡബിൾ ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ 2 ടൈംസ് ദ ആംഗിൾസ് ഓൺ എനി ഓഫ് ദ പാർട്ട്. ഏത് പാർട്ടിലും ആയിക്കോട്ടെ, സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഭാഗത്തുള്ള ആംഗിൾ തന്നിട്ടുണ്ട്, 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ നമ്മൾ അതായത് തന്നിട്ടുള്ള ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഡബിൾ ആയിരിക്കും. സോ 160 ഡിഗ്രി ആയിരിക്കും. അപ്പം 160 ഡിഗ്രി ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അപ്പോൾ നമ്മൾ സെൻട്രൽ ആംഗിൾ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സെൻട്രൽ ആംഗിൾ എവിടെ വരും? 160 ആവുക. പ്രൊട്രാക്ടർ വെക്കുക, എന്നിട്ട് 160 മാർക്ക് ചെയ്യാം. ഏകദേശം അതെവിടെയാണ് വരുന്നത്? സോ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മളതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രൽ ആംഗിൾ ഇവിടെ 160 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കിളിന് 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? അപ്പോൾ ഇവിടെ 160 ആണെങ്കിൽ നമ്മൾ ഏത് ഭാഗമായിരിക്കും? 80 ഡിഗ്രി ഈ ഒരു ഭാഗമായിരിക്കും അല്ലേ? സെൻട്രൽ ആംഗിൾസ് 160 ആംഗിൾ ഇങ്ങനെ 160 വന്നാൽ നമ്മൾ 80 ഡിഗ്രി അതിൻ്റെ ഹാഫ് വരുന്നത് ഈ ഒരു ഭാഗമായിരിക്കും, എവിടെയായിരിക്കും. അപ്പോൾ 80 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സർക്കിളിൻ്റെ അതായത് നമ്മൾ വെൻ വി ഡിവൈഡ് ദ സർക്കിൾ ഇൻ 2 പാർട്സ്, അത് ദ ആംഗിൾസ് ഫോം ഓൺ 1 പാർട്ട് അതിൻ്റെ ഡബിൾ ആയിരിക്കും എൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് സർക്കിൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ആംഗിൾസും 80 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ സെൻട്രൽ ആംഗിൾ 160 ഡിഗ്രി ആയിരിക്കും. സോ ഫസ്റ്റ് സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സൊല്യൂഷനിലേക്ക് പോവാം. സെക്കൻഡ് നോക്കിയേ, ഓൾ ദ ആംഗിൾസ് ഇൻ വൺ പാർട്ട് 110 ഡിഗ്രി. അപ്പം ആസ് ഐ സെഡ് ഏർലി ബിഫോർ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 110 ഡിഗ്രി ആണ് ഒരു പാർട്ടിലെ ആംഗിൾസ് ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഡബിൾ അല്ലെ, ട്വൈസ് ഓഫ് ദ angle on any other part. Okay,
അപ്പോൾ സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുക. സെൻട്രൽ ആംഗിൾ is 2 into 110. എത്രയായിരിക്കും? 220 ഡിഗ്രി. അപ്പം സെയിം 220 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 220 ഡിഗ്രി എന്തായാലും പ്രൊട്രാക്ടറിൽ എത്ര വരെയുണ്ട്? 180 ഡിഗ്രി വരെയാണ് ഒരു പ്രൊട്രാക്ടറിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്നല്ല പറയുന്നത്. അപ്പോൾ 220 എന്ന് പറയുന്നത് 360 ആണ് മൊത്തം സർക്കിളിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ 360യിൽ നിന്നും നമ്മൾ 220 മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഏകദേശം എത്ര കിട്ടും? 140 ഡിഗ്രി കിട്ടും. സോ 140 ഡിഗ്രി പ്രൊട്രാക്ടറിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലേ? അത് പ്രൊട്രാക്ടറിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ടുണ്ട്. 140 ഏകദേശം ഇവിടെ വരും. സോ അത് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അപ്പം ഇവിടെ 140 ആണെങ്കിൽ നമ്മൾക്കറിയാം ഒരു സർക്കിളിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇവിടെ വരും അല്ലേ? അപ്പോൾ എത്രയാ? 220. സോ 220 ഇതാണെങ്കിൽ ബാക്കി നമ്മൾ എന്തിൻ്റെ 110 ഡിഗ്രി എവിടെ വരും? നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ആംഗിൾ അല്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ള ആംഗിളാണ് 220 ഡിഗ്രി. അപ്പോൾ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള അതായത് മദർ പാർട്ട് എന്തായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. സോ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുക. ഇവിടെ ആയിരിക്കും 110 ഡിഗ്രി. ഒരിക്കലും ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യരുത്. ബിക്കോസ് ഇവിടെ ജോയിൻ ചെയ്ത് നമ്മൾക്ക് ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും കിട്ടല്? ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു 140 ആണ്. അപ്പോൾ 140ൻ്റെ ഹാഫാണ് ഇവിടെ വരല്, 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആംഗിൾസ് കിട്ടിയില്ലേ? അപ്പോൾ ഓൾ ദ ആംഗിൾസ് ഇൻ വൺ പാർട്ട് 110 ഡിഗ്രി ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡിവൈഡ് അത് നമ്മൾ ആക്ച്വലി ഈ ഒരു ഡിഗ്രി തന്നിട്ടുള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്യാനാണ്. സർക്കിളിൽ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യലാണ് മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു പ്രോബ്ലംസ് ഓരോ ഒരു കണ്ടീഷനെയും വെച്ചിട്ടായിരിക്കണം നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ 110 ഡിഗ്രി ആയിരിക്കണം ഒരു പാർട്ടിലെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഭാഗത്തുള്ള ആംഗിൾസിലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി മെഷർമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ആംഗിൾ ഡബിൾ ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾ 220 എടുത്തു. 220 ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റൂല എന്നറിയാം പ്രൊട്രാക്ടറിൽ. അപ്പം 360 ബാക്കി 220 മൈനസ് ചെയ്താൽ ബാക്കി 140 പ്രൊട്രാക്ടർ വെച്ചിട്ട് കണ്ടുപിടിച്ച് ബാക്കി എന്തായിരിക്കും? 220 ആയിരിക്കും. അപ്പോൾ 220 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാർട്ടിലുള്ള ആംഗിൾ 110 ഡിഗ്രി ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തേർഡ് വൺ എന്താണെന്ന് നോക്കാം. Okay, the third question is all the angles in one part is half of other parts, അതായത് half of the angles on the other parts. നമ്മൾക്ക് നേരത്തെ തന്ന 2 പ്രോബ്ലത്തിലും 2 ഡിഗ്രി തന്നിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ നമ്മൾക്കത് എടുത്തിട്ട് വാല്യൂ ചെയ്തിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പക്ഷേ എവിടെയാണെങ്കിൽ നമ്മളെ സർക്കിളിൻ്റെ ഇത് റേഡിയസ് വരച്ച് വെക്കാം. ഒരു പാർട്ടിലുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് മറുഭാഗത്തുള്ള അല്ലെങ്കിൽ ഒരു പാർട്ടിലുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് മറുഭാഗത്തുള്ള ആംഗിൾസിൻ്റെ ഹാഫ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യുന്നത് ഇങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ഇവിടുത്തെ മെഷർമെൻറ്റ് എടുക്കണം. ഫോം ചെയ്യുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസിൻ്റെ ഹാഫ് ആയിരിക്കണം. ഇത് കുറച്ച് തോട്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ തിങ്ക് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ആൻസറാണ്. ഇവിടെ നമുക്ക് 60 ഡിഗ്രിയും 120 ഡിഗ്രി എടുത്ത് നോക്കാം. 60 ഡിഗ്രിയാണ് ഇവിടുത്തെ മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ സെൻട്രൽ ആംഗിൾ 120 വരും അല്ലേ? 60 × 2 സെൻട്രൽ ആംഗിൾ വരും. ഓക്കെ, അപ്പം ലെറ്റ്സ് ടേക്ക് 60 ആസ് ദ ഡിഗ്രി അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഓൺ ദ വൺ പാർട്ട്. ഒരു പാർട്ടിൽ ലെറ്റ്സ് ടേക്ക് 60 degree as the measurement on one part. So central angle എത്രയായിരിക്കും? 60 × 2 that is 120 degree. അപ്പോൾ 120 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യാം. കറക്റ്റ് മെഷർമെൻറ്റ് നോട്ടിൽ കിട്ടും. സോ 120 മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ 120 മാർക്ക് ചെയ്താൽ ഇങ്ങനെയല്ല, അപ്പോൾ ഇങ്ങനെയായിരിക്കും വരൽ. സോറി, അത് കറക്റ്റ് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നേരെ എവിടെയാണ് സെൻട്രൽ ആംഗിൾ വരുമ്പോൾ ഓക്കെ ഇവിടെ അതിൻ്റെ ആംഗിൾ വരും.
ഓക്കെ. അപ്പോൾ ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് എന്തിനാണ് ഞാനിങ്ങനെ 120 60 എടുത്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ സെൻട്രൽ ആംഗിൾ 120 വരുന്ന രീതിയിൽ എടുത്താൽ നമ്മൾ ബാക്കിയുള്ള ആംഗിൾ എത്ര കിട്ടും? 360 ആവാൻ ബാക്കി 240 ഡിഗ്രി ഉണ്ട് അല്ലേ? ഈ 240ൻ്റെ ഇത് സെൻട്രൽ ആംഗിൾ ആക്കിയിട്ടുള്ള അത് എന്താണ് ഓപ്പോസിറ്റ് പാർട്ടിലെ ആംഗിൾ ഇതിൻ്റെ ഹാഫ് ആയിരിക്കൂലേ? യെസ്, 120 ആയിരിക്കും അല്ലേ? അപ്പം ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120 ആവണം അല്ലേ? അതായത് ഒരു പാർട്ടിലെ ആംഗിൾ 60 അല്ലെങ്കിൽ ഒരു പാർട്ടിലെ ആംഗിൾ 120 ആണെങ്കിൽ അതിൻ്റെ ഹാഫാണ് അതർ പാർട്ട്. അതായത് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സർക്കിൾ. ആ സർക്കിൾ രണ്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഭാഗത്തുള്ള ആംഗിൾ 60 ഡിഗ്രിയും മറുഭാഗത്തുള്ളത് 120. അതായത് 120 ഡിഗ്രി ആവുന്ന സമയത്ത് അതിൻ്റെ ഹാഫ് ആയിരിക്കണം മറുഭാഗത്ത് ഫോം ചെയ്യുന്ന ആംഗിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം സെൻട്രൽ ആംഗിൾ 120 എടുത്താൽ അതിന് ഹാഫ് 60 കിട്ടും. 120യിൽ നിന്ന് നമ്മൾക്ക് 360ലേക്ക് എത്താൻ 240 ഇവിടെ എഴുതണം. അപ്പോൾ ഇതിൻ്റെ നേരെ മറ്റേ ഭാഗത്ത് വരുന്നത് 120 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയാൽ ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് ഈസ് ഹാഫ് ഓഫ് ദ അതർ പാർട്സ്. ഇതാണ് ഒരു ഭാഗം, ഇതാണ് മറുഭാഗം. അപ്പം ഈ ഒരു ഭാഗത്തുള്ള ആംഗിൾസ് 60 ഡിഗ്രിയാണ്, ഈ ഒരു ഭാഗത്തുള്ള ആംഗിൾസ് 120 ഡിഗ്രിയാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ വന്നാൽ 120 ഡിഗ്രി വരും, ഇതൊക്കെ 60 വരും. അപ്പോൾ ഈ 60 എന്ന് പറയുന്നത് മറുഭാഗത്തുള്ള ആംഗിൾസിൻ്റെ ഹാഫ് അല്ലേ, 120ൻ്റെ ഹാഫ് അല്ലേ? അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 60 120 എടുത്ത് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് തിങ്ക് ചെയ്തിട്ട് കുറച്ച് മനസ്സിലാക്കി പഠിക്കാം. അപ്പം നെക്സ്റ്റ് ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് ഈസ് 1.5 ടൈംസ് ദ ആംഗിൾസ് ഓൺ ദ അതർ സൈഡ്. ഒരു ഭാഗത്തുള്ള എല്ലാ ആംഗിൾസും മറുഭാഗത്തുള്ള ആംഗിൾസിൻ്റെ 1.5 മടങ്ങ് കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. അത് ഏത് ഭാഗമായാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മളിപ്പം ഒരു ഭാഗത്തുള്ള ആംഗിൾ നമ്മൾ 1 ആണെങ്കിൽ മറുഭാഗത്തുള്ളത് എന്തായിരിക്കണം? 1.5 ആയിരിക്കണം അല്ലേ? അപ്പോൾ 1:1.5 എന്നുള്ള റേഷ്യോ ആക്കിയിട്ട് നമ്മൾ മാറ്റാം. ഈ 1.5ന് നമ്മൾ എങ്ങനെ എഴുതും? 1 × 1/2. ഈ 1 എന്ന് പറയുന്നത് നമ്മൾ 1നെ നമ്മൾക്ക് എന്തിനോട് ഡിവൈഡ് ചെയ്താൽ കിട്ടും? ഡിനോമിനേറ്ററിനോട് തന്നെ. അപ്പോൾ 2/2 എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 1/2 ഈസ് ഈക്വൽ ടു 3/2. അപ്പോൾ 1 അത് നമ്മൾക്ക് ഇങ്ങനെ എഴുതാം 1:3/2. ഇത് 1:2 എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എഴുതാറുണ്ട്. അപ്പോൾ 1/3/2 അത് നമ്മൾ തിരിച്ചെഴുതുന്ന സമയത്ത് എങ്ങനെ വരും? 1 × 2/3 എന്ന് വരും. ഓക്കെ, 1 × 2/3 എന്ന് വരും. ദാറ്റ് ഈസ് 2/3. സോ 2/3നെ നമ്മൾ എങ്ങനെ എഴുതും? 2:3 എന്ന റേഷ്യോയിൽ നമ്മൾ എഴുതിയാൽ ഇതാണ് നമ്മുടെ റേഷ്യോ, ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ. അതായത് നമ്മുടെ ആംഗിളിനെ ഡിവൈഡ് ചെയ്യേണ്ട മൊത്തം 360 ഡിഗ്രി ഉണ്ട്, അതിനെ ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ ആണ് 2:3. അപ്പോൾ നമ്മൾ അതിലേക്ക് എത്തേണ്ടതുണ്ട് 2:3 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക്. സോ ടോട്ടൽ ഡിഗ്രി ഈസ് 360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രീൻ്റെ ഒരു 2/2:3 ആണ് റേഷ്യോ. അപ്പോൾ 2/5 ടോട്ടൽ എത്രയാണ്? 5 പാർട്സിൽ 2 ഭാഗം എത്ര ആയിരിക്കും? 360ൻ്റെ 144 കിട്ടും. 144 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 144 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള എത്ര ആയിരിക്കും? ഒന്നുകിൽ നമ്മൾ 360ൻ്റെ 3/5 ആണ്, അല്ലെങ്കിൽ 360ന് 144 മൈനസ് ചെയ്താൽ നമുക്ക് ഒരു 216 കിട്ടും. 216 ഡിഗ്രിയാണ് ബാക്കിയുള്ള ആംഗിൾ. ഇത് രണ്ടും സെൻട്രൽ ആംഗിൾ ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ആംഗിളിൻ്റെ ഫംഗ്ഷൻ, സെൻട്രൽ ആംഗിളിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ബാക്കിയുള്ളതാണ് മറുഭാഗം വരിക. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ആ ഒരു അതർ പാർട്സ്, അതായത് ആ ഒരു ആർക്കിൽ വരുന്ന ആംഗിൾ കണ്ടുപിടിക്കില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 144, 260 എന്തായാലും അടയാളപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ 144 നമ്മൾക്ക് മാർക്ക് ചെയ്യാം. ഏകദേശം എവിടെ വരും? 144 ഇവിടെ വരും. ഓക്കെ, അത് കറക്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ 144 ഞാനിവിടെ മാർക്ക് ചെയ്തു. ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 216 ആയിരിക്കും അല്ലേ? 360 ഡിഗ്രി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്കനുസരിച്ച്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ഭാഗത്ത് വരുന്ന ആംഗിൾ ഇതിൻ്റെ ഹാഫ് ആയിരിക്കൂലേ? ഇതിൻ്റെ ഹാഫ് 144ൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ എത്രയായിരിക്കും? 72 ഡിഗ്രി. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിളോ 260ൻ്റെ ഹാഫ്, അത് 108 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ? ഇനി ഈ 72 എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഭാഗത്തുള്ള ആംഗിൾ
72 ഡിഗ്രിയാണ്. ഒരു ഭാഗത്തുള്ളത് 108 ആണ്. അപ്പോൾ ഈ 108 എന്ന് പറയുന്നത് 72ൻ്റെ 1.5, 72ന് 1.5 മടങ്ങാണ്. 72 × 1.5 108 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് 72 എന്ന് പറയുന്നത് ഇപ്പോൾ 144ൻ്റെ 1.5 മടങ്ങാണ് 216 ഓൾസോ. സോ അതേപോലെ തന്നെയാണ് ഈ നമ്മൾ സെൻട്രൽ ആംഗിളിൽ പോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ഭാഗത്ത്. കാരണം നമ്മൾ സെൻട്രൽ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന 72 അതിൻ്റെ ഹാഫാണ്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള 216ൻ്റെ ഹാഫാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ 144ൻ്റെ 1.5 ആണ് 216, അതേപോലെ 72ൻ്റെ 1.5 ആയിരിക്കും 108. അപ്പോൾ നമ്മുടെ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ആൻസറും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോസ് ചെയ്തിട്ട് കറക്റ്റ് നോക്കിയിട്ട് പഠിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.